ഇതിന്റെ അടിയിൽ കിടപ്പുണ്ടാവും. ഇത് ഒരു ചരിത്രകാരനാണ്, ഒരു പ്രാദേശിക ചരിത്രകാരനാണ്, പേര് അഷ്റഫ്. ഓക്കെ, അഷ്റഫ് ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, ചാലിയം ഒരു പൗരാണിക നഗരം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, KP അഷ്റഫ്. അപ്പോൾ അഷ്റഫേ, നമുക്ക് പ്രേക്ഷകരോട് പറയാനുണ്ട് ചാലിയത്തിന്റെ പ്രത്യേകത എന്താ, അത് പ്രേക്ഷകർ ആദ്യം അറിയണം. മാത്രമല്ല ഒരു കാര്യം പ്രേക്ഷകർക്ക് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ മിസ് ചെയ്യും, സുന്ദരമായൊരു സ്ഥലമാണ് കേട്ടോ. ചാലിയാർ പുഴ വന്ന് ഈ അറബിക്കടലിലേക്ക് ചേരുന്ന ഒരു അഴിമുഖമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഒരുപാട് പക്ഷികൾ വരുന്നൊരു ഗ്രാമം. കടലുണ്ടി പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഇപ്പോൾ ഇതൊരു റിസർവായിട്ട് മാറിയിട്ടുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് മ്യൂസിയം അടുത്തുണ്ട്. നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടെടുത്ത് ഇവിടെ നിർദ്ദേശം എന്ന് പറയുന്നൊരു പദ്ധതിയുടെ ഒരു സ്ഥലം ഇവിടെയുണ്ട്. ചാലിയൻ കോട്ട ഇവിടെയുണ്ട്. ചാലിയൻ റെയിൽവേ സ്റ്റേഷൻ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയായി മാറിയിട്ടുണ്ട്. പണ്ട് ഇവിടെ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ കാഴ്ചകളിലേക്കൊക്കെ പോകും അല്ലേ. അപ്പം ചാലിയം മാറുകയാണ്. ചാലിയത്തിന് പേര് വരാനുള്ള കാരണം ചേല നെയ്യുന്നവർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു. മനോഹരമായ പട്ടുനൂല് ഇവിടുന്ന് പിന്നെ ഉണ്ടാക്കിയിട്ട് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന വിഭാഗങ്ങളായിരുന്നു. അറബികളുടെ ആദ്യമായിരുന്നു വന്നിട്ട് അറബികളായിരുന്നു. പിന്നീട് പിന്നെ ചൈനക്കാർ വന്നിട്ടുണ്ടായിരുന്നു, പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. അതിനെ ഒരു പൗരാണിക നഗരമെന്നാണ് ചാലിയത്തിനെ അക്കാലത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 1342 ഇബ്നു ബത്തൂത്ത ചാലിയത്ത് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ചേല നെയ്യുന്നവർ മനോഹരമായ ശെലിയത്തുകളുടെ നാട് എന്ന് ഈ ചാലിയത്തെ വിശേഷിപ്പിച്ച്. അങ്ങനെയാണ് പിന്നെ ചാലിയത്തിന് ഈ നാടിന് പേരിട്ടത് ഒരു പക്ഷേ ഇബ്നു ബത്തൂത്താണ് ആദ്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയത്. പക്ഷെ അതിനു മുമ്പും ഈ ചാലിയത്ത് നിവാസികൾ ചേല നെയ്യുന്നവർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു. ചേല നെയ്യുന്ന മനുഷ്യരുള്ള ചാലിയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചരിത്രത്തിൻ്റെ ആഴം നോക്കണം. പൗരാണിക നഗരം എന്നൊക്കെ നമ്മുടെ നാട്ടിലൊരു നഗരത്തെ ഒരു നാടിനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പോയ ഒരുപാട് പ്രാദേശിക ചരിത്രമുണ്ട് അല്ലേ. ആ പേരാണ് പിന്നീട് ചാലിയാർ പുഴക്കും വന്ന് ചേർന്നിട്ടുള്ളത്. ചാലിയാർ പുഴയുടെ സമീപത്തായിരുന്നു മാലിക് ദിനാറും സംഘം വന്നിട്ട് ആദ്യമായൊരു പള്ളി സ്ഥാപിച്ചത്. അപ്പോൾ കേരളത്തിലെടുത്തിട്ടുള്ള 10 പള്ളികളിൽ ആദ്യത്തെ തീരദേശത്തുള്ള 10 പള്ളികളിൽ ഒരു പള്ളി ചാലിയത്താണ്. ആ പള്ളി പോർച്ചുഗീസുകാർ തകർക്കുകയും സാമൂതിരിയുടെ നേതൃത്വത്തിൽ പിന്നെ ചാലിയത്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഇവിടെ സ്ഥലത്ത് 1531 പോർച്ചുഗീസുകാർ കോട്ട പണിത്. ആ കോട്ട 1571 ആ കോട്ട മനോഹരമായി തകർക്കുകയും അതിൻ്റെ കല്ലുകൊണ്ട് മനോഹരമായി പകരം വീട്ടുകയും ചെയ്യണം. അങ്ങനെ പണ്ടത്തെ വീഴ്ചയ്ക്ക് പകരം വീട്ടി സാമൂതിരി ഒരു ഇടം കൊടുത്ത് പറങ്കികൾക്ക്. പിന്നീട് ആ പറങ്കികൾ തന്നെ സാമൂതിരിക്കും നാടിനും ദോഷമായി വന്നപ്പോൾ സാമൂതിരിയുടെ കുഞ്ഞാലിമരയ്ക്കാർ രംഗപ്രവേശം ചെയ്തു. അതോടുകൂടി പോർച്ചുഗീസുകാർക്ക് കളം വിട്ട് പോകേണ്ടി വന്നു അല്ലേ. അതുപോലെ നമുക്ക് കളം വിടേണ്ടി വരുന്ന ഒന്നാണ്, അല്ലെങ്കിൽ കളം വിടേണ്ടി മനഃപൂർവ്വം നമുക്ക് ഇവിടെ നാട്ടിൽ നിന്ന് മാറ്റേണ്ട ഒന്നാണ് ലഹരിയുടെ വിപത്ത്. അതിനെതിരെയുള്ള മരക്കാർമാരായിട്ട്, കുഞ്ഞാലി മരക്കാർമാരായിട്ട് നമ്മൾ മാറണം അല്ലേ. അതായത് പിന്നെ കുഞ്ഞാലി മരക്കാരും അതേപോലെ നായർ പടയാളികളും വന്നിട്ടുണ്ട്. അതിലൊരു 2 വരികളുണ്ട്. അതായത് ആദ്യം മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ശത്രുവിനെതിരെ ആദ്യം രക്തസാക്ഷികളാവെന്ന് പറഞ്ഞു. അപ്പോൾ നായർ പടയാളികൾ പറഞ്ഞു നിങ്ങളെ ഒറ്റയ്ക്ക് മരിക്കാൻ വിടില്ല, ഞങ്ങളും കൂടി ചേരുവൻ. അങ്ങനെ മതമൈത്രിയുടെ ഒരു ഏറ്റവും വലിയൊരു ഏറ്റവും സുന്ദരമായ ഒരു കാര്യമാണ്. കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ പട ഇവിടെ ഒരുങ്ങി നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ മങ്ങാട്ടച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം ഇവിടെ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ വിദേശ പടയാളികൾക്കെതിരെ പറങ്കികൾക്കെതിരെ പോരാടി രക്തസാക്ഷികളാകാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പോൾ നായർ പടയാളികൾ പുറത്തുനിന്ന് പറയുന്നു അവർ ഒറ്റാൻ വേണ്ടിയല്ല ശ്രമിച്ചത്, നിങ്ങളെ ഒറ്റയ്ക്ക് രക്തസാക്ഷിയാവാൻ നമ്മൾ വിടൂല എന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ നായർ പടയാളികൾ എന്ന് പറയുന്നത്. അപ്പം നായർ പടയാളികൾ, മങ്ങാട്ടച്ഛൻ, ഈ പറയുന്ന കുഞ്ഞാലി മരക്കാർ മതമൈത്രിയുടെ നാടുകൂടിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ആ മതമൈത്രിയുടെ ശുദ്ധമായ വായു നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ചില ആളുകളൊക്കെ വായു ശ്വസിക്കാൻ ഇങ്ങോട്ട് വരുമ്പോൾ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല ശ്വാസമുള്ള നല്ല ഓക്സിജൻ കിട്ടുന്ന സ്ഥലമാണ്, മതമൈത്രിയുടെ ഓക്സിജൻ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലാണ് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരാനുണ്ട്. നമുക്കിപ്പോൾ അഷ്റഫ് ഉണ്ട്, വന്നാട്ടെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് നടക്കാം. ഇത് ഒരു അഴിമുഖമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അഴിമുഖത്തിനൊരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഈ ചാലിയാർ പുഴ വരുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടാവുന്ന